ഒരു മാനസിക സംഘർഷത്തിൽ അടിമകളായിക്കൊണ്ടിരുന്നതാണ്. ഇതിന് സ്ട്രെസ്, അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റും അനിവാര്യമായിക്കൊണ്ട് ഈ കാലത്ത് കാണുന്നുണ്ട്. ഇതിനൊരു സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നതല്ല, ക്രിയാത്മകമായി അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കിതിന് ചെയ്യാനുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് നമുക്ക് സ്നേഹം കൊടുക്കണമെങ്കിൽ നല്ലോണം നമുക്കത് കിട്ടണം മറ്റുള്ളവരിൽ നിന്ന്. അപ്പോഴും നമുക്ക് ഒന്നിച്ചുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്താൽ, എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നാലേ അത് നമുക്ക് കിട്ടുകയും നമുക്ക് അനുബന്ധിച്ചിട്ട് സ്ട്രെസ്സ് റിലീഫാവുകയും അത് ധാരാളമായിട്ട് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ടാങ്കിലുള്ളതല്ലേ പൈപ്പിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ ആ ഒരു നമുക്ക് എത്രത്തോളം കിട്ടുന്നു എന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു മാനസിക സംഘർഷം ഒഴിവായി നമുക്ക് മറ്റുള്ളവരോട് എല്ലാവരോടും നല്ലോണം പെരുമാറാനും കുടുംബജീവിതത്തിലും ജീവിത പങ്കാളിയോടായാലും എല്ലാ രംഗത്തും നമുക്ക് ശോഭിക്കാൻ പറ്റുന്നത്. അതിനെ ഒന്നിച്ചുള്ള ആൾക്കാരും എല്ലാവരും നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഇന്നത്തെ ബ്രൈറ്റ് അക്കാഡമിയുടെ ഈ ക്ലാസ് ഇനിയും കുറേ ആൾക്കാർ ഇവിടെ മുഖ്യ അതിഥിയെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ നിർത്തും. മുറുക്കെന്ന് പറയുന്ന ഈ വിഷയം എല്ലാവർക്കും പല വീട്ടിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അടുത്ത രാജ്യമാണ് പെരിന്തൽമണ്ണ ആനക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ പൂങ്കളമന എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അവിടെ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടായാലും അവിടെയാണ് ആദ്യം എത്താറ്. അവിടെ ഞങ്ങളൊക്കെ പോവും. അവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ നല്ലൊരു ഏരിയയാണ്, പോയിൻ്റെ വക്കാണ്, നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അവിടെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചാണ് ആ പൂങ്കളമന എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വെച്ചാണ് വീണ പൂവ് പറഞ്ഞ നെടുമുടി വേണുവാണ് അതിൽ സിനിമ ഷൂട്ടിങ്ങൊക്കെ അവിടെ വെച്ചാണ് ഉണ്ടായത്. ഈ പൂങ്കളമന എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരുപാട് കാലമായിട്ട് ഈ ചികിത്സ നടക്കുന്നത്. നമ്മളെ ചെറുപ്പം മുതൽക്കേ ഈ പല ചികിത്സകളും അവിടെ വ്യായാമമുണ്ട്, നീന്തൽ കുളമുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇവരൊക്കെ കുളിപ്പിക്കുന്നതും ഈ നെടുമുടി വേണുവിനെ ഒരു ചങ്ങലൊക്കെ ബന്ധിപ്പിച്ചിട്ട് കൊണ്ടുപോയി കുളിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു കാലത്ത്. അതുപോലെ തന്നെ അവിടെ പല ഭാഗത്തുനിന്നും അവിടെ വന്ന് ചികിത്സകൾ നടത്തി എത്രയോ കാലങ്ങളായിട്ട് നാടൻ ശൈലിയിലുള്ള, അതായത് ആയുർവേദിക് മരുന്നൊക്കെ കൊടുത്തിട്ടാണ് ചികിത്സിച്ചിരുന്നത്. അവിടെ നിന്നൊക്കെ സുഖമായി പോകുന്നു നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കുറച്ച് കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോകും. കോഴിക്കോട് കുതിരവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് ആളുകൾ ചിലപ്പോൾ ഓടിപ്പോണൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കടപ്പുറം ഭാഗത്ത് കൂടി, അപ്പോൾ എനിക്കവിടെ സ്ഥലമുണ്ട് കടപ്പുറം ഭാഗത്ത്. അവിടുന്ന് ഓടി വന്നിട്ട്, അപ്പോൾ ഈ ഓടി വന്ന ആളുകൾ പല പ്രശ്നം ഉണ്ടായിട്ട് എന്നെ തൊട്ടാൽ ഞാൻ അതാക്കുന്നൊക്കെ പറയും. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ ഒരാളെ പിടിക്കാൻ നോക്കുമ്പോൾ അവിടെ പലരെയും ഏൽപ്പിച്ചു. വലിയ പൈസയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു, ബിരിയാണി വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും പിടിക്കാൻ ആളില്ല. അപ്പോൾ നോക്കുമ്പോൾ വേറൊരാൾ വന്നിട്ട് ഞാൻ റെഡിയാണ്, എനിക്ക് ആ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണെങ്കിൽ അവിടുന്ന് 2 ദിവസം മുമ്പ് ഇതിലേറെ സൂക്കട്ടുള്ള ഭ്രാന്തുള്ള ഒരുത്തനെയാണ് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിക്കലും അങ്ങനെ പിടിച്ച് ഇവരെ വണ്ടിയിലൊക്കെ കയറ്റി ഇവർ 2 പേരും കൂടി പിന്നെ കുതിരവട്ടത്തേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സോക്കടും ഒക്കെ ഇപ്പോൾ അത്രയും സോക്കടും ഇപ്പം അതിനൊക്കെ പല ചികിത്സകളും വലിയ ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കൊണ്ട് ഈ ഷോക്ക് അടിപ്പിക്കുന്ന പരിപാടി, പല പരിപാടികളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്രയും രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തരാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ എല്ലാവർക്കും ആയുരാരോഗ്യ സന്തോഷവും ഈ പരിപാടിക്ക് ഇവിടെ ഉദ്ഘാടകനെ ബാബു സാറിനെ ക്ഷണിച്ചുകൊണ്ട് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, മറ്റു പ്രമുഖ വ്യക്തികളെ, ഇന്നിവിടെ ബ്രൈറ്റ് അക്കാഡമി സംഘടിപ്പിച്ച സെമിനാറിലാണ് നാം എല്ലാവരും ഉള്ളത്. അതിൻ്റെ
ഭാഗമായി ഇവിടെ മാനസിക പിരിമുറുക്കം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. മാനസിക പിരിമുറുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ 74% ആൾക്കാരും മാനസിക പിരിമുറുക്കമുള്ളവരെന്നാണ് ചില കണക്കുകൾ കാണിക്കുന്നത്. മാനസിക പിരിമുറുക്കത്തെ പറ്റി പറയുമ്പോൾ നാം പല വിധത്തിൽ നമ്മുടെ ജോലിയിൽ സ്ഥലത്തുണ്ട് മാനസിക പിരിമുറുക്കം, കുടുംബത്തിലുണ്ട്, മറ്റു സ്ഥലങ്ങളിലുണ്ട്. അത് കുറേ ഭാഗമൊക്കെ നാം തന്നെ വരുത്തി വെക്കുന്നതും മറ്റുള്ളത് നമ്മുടെ സാഹചര്യം കൊണ്ട് ഉണ്ടാകുന്നതും, അങ്ങനെ പല വിധത്തിലുള്ള പിരിമുറുക്കങ്ങളുമുണ്ട്. ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് ഒരാൾ എനിക്ക് ഭയങ്കര മാനസിക പിരിമുറുക്കമുണ്ട്, എന്തെങ്കിലും വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു പാക്കറ്റ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ അയാളോട് ആ ഗ്ലാസ്സിൽ ഈ പാക്കറ്റ്, അതായത് ഒരു ഉപ്പാണത്, അത് ഇട്ട് കൊടുത്ത് അയാളോട് കുടിക്കാൻ പറഞ്ഞു. അയാൾ വിചാരിച്ചു ഇത് മാനസിക പിരിമുറുക്കം മാറാനുള്ള വല്ല വിദ്യയുമായിരിക്കുമെന്ന് കരുതി അയാൾ കുടിക്കാൻ നോക്കി. അയാൾക്ക് ഒരു വിധത്തിലും അത് കുടിക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഈ ശിഷ്യനെയും കൂട്ടി ഒരു കുളത്തിനരികെ പോവുകയും ആ കുളത്തിൽ അടുത്തെത്തിയപ്പോൾ ഇതേ സാധനം തന്നെ വേറൊരു പാക്കറ്റ് എടുത്ത് അതിലേക്ക് ഇടാൻ പറയുകയും അതിൽ നിന്ന് അദ്ദേഹത്തോട് കുറച്ച് കുടിക്കാൻ പറയുകയും ചെയ്തു. അദ്ദേഹം അത് വളരെ നന്നായി കുടിച്ചു. വീണ്ടും കുടിക്കാൻ പറഞ്ഞു, വീണ്ടും കുടിച്ചു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഈ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി. മനസ്സ് വിശാലമാക്കുക, അല്ലെങ്കിൽ മനസ്സ് നന്നാക്കുക. അതിനനുസരിച്ചിട്ട് ഈ മാനസിക പിരിമുറുക്കവും കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു 100 വയസ്സായ ഒരു സന്യാസിയോട് ഒരു 100 വയസ്സായ ഒരു ഗുരുവിനോട് നിങ്ങൾ ഇതുവരെ കല്യാണം കഴിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ, കഴിച്ചില്ലല്ലോ, അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുക അന്നാണ്, ആ സമയമാണ് ഈ ശിഷ്യൻ ചോദിക്കുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാം തികഞ്ഞ ഒരു സ്ത്രീയെ കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാന നിമിഷത്തിൽ എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ആ സ്ത്രീയും അതേപോലെ എല്ലാം തികഞ്ഞ ഒരാളെ നോക്കി നടക്കായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇന്നിവിടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബാബു സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിച്ചു. സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന മാനസിക ആരോഗ്യം എന്ന വിഷയത്തിൽ കുറിച്ചാണ് നമ്മളിവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് മാനസിക പിരിമുറുക്കം എന്നുള്ളത് വളരെ സാധാരണമായൊരു സംഭവമായി മാറിയിരിക്കുന്നതാണ്. നമുക്കറിയാം, ഇന്ന് ദേശീയ തലത്തിലടക്കം ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്. അന്ന സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ 26 വയസ്സുള്ള ഒരു മലയാളി പെൺകുട്ടി കുഴഞ്ഞു വീട് മരിച്ചു. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്നു. അവരുടെ മരണം കാരണമായി പറയുന്നത് അമിതമായ ജോലിഭാരമാണെന്നാണ്. അങ്ങനെയാണ് രക്ഷിതാക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അമിതമായ ജോലിഭാരം കൊണ്ടാണ് അവർ മരണം സംഭവിച്ചത്, കുഴഞ്ഞു വീണ് മരിക്കാൻ ഹൃദയാഘാതം സംഭവിച്ചതെന്നാണ്. വളരെ ഊർജ്ജസ്വലമായ ഒരു പെൺകുട്ടിയായിരുന്നു അവർ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ തൊഴിൽ മന്ത്രിയും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് പറയുകയുണ്ടായി. അതുപോലെ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, ഒരുപാട് മരണങ്ങൾ, സൂയിസൈഡ് ചെറുപ്പക്കാരായ ആളുകൾ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് അമിതമായ പഠനഭാരം മൂലം എല്ലാം നമ്മുടെ സമൂഹത്തിൽ, ഇവിടെ മുന്നേ പറഞ്ഞ പോലെ 74% ആളുകൾ ഇന്ന്
മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ഒരു ക്ലാസ് സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും വളരെ മൂല്യവത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇതുപോലെ തൊഴിൽ മേഖലയിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 4 കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ അധികം മാനസികമായ ഒരു പ്രശ്നത്തിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പല ആരോഗ്യ പ്രശ്നങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഒരു എൻക്വയറിക്ക് വിധേയമാകേണ്ടി വന്നു. അതിൽ ഒരു 3 മാസത്തോളം ശക്തമായ സ്ട്രെസ്സിന് അടിമപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ നമുക്ക് മാനസികാരോഗ്യം വളരെ വലുതാണ്. അത് നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള ക്ലാസുകൾ നമുക്ക് ഉപകാരപ്രദമാവും. ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷകൻ ഇവിടെ വിശദീകരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ആശംസ പറയുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതെല്ലാം എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട്. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അലി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മാന്യ വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ വിഷയമായി വന്നത് മാനസിക പിരിമുറുക്കം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഈ മാനസിക പിരിമുറുക്കം എല്ലാവരിലും കുറേശ്ശെ ഉള്ളതാണ്. എത്ര സന്തോഷവാനായി നടന്നാലും ചിലപ്പോൾ വന്നു ചേരുന്ന ഒരു അതിഥിയാണ് ഈ മാനസിക പിരിമുറുക്കം. അത് കൂടുതലും വരുന്നത് നമ്മൾ ഓവർ ലോഡ് മനസ്സിന് കൊടുക്കുമ്പോഴാണ്. കഴിയുന്നത് ഒരു മീഡിയം സ്പീഡിൽ പോയി ആ മാനസിക സംഘർഷം കുറയ്ക്കാം. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വളരെ ലളിതമായി തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. പക്ഷെ ഇന്ന് കൂടുതൽ കുറച്ച് ഉയരങ്ങളിൽ എത്തിയപ്പം മക്കൾക്ക് അത് സ്പീഡ് പോരാ. അതുപോലെ ഇപ്പോൾ മനസ്സിനും സ്പീഡായി തുടങ്ങി. കാരണം ഇന്നലെ ഞാൻ ഹൈക്കോടതിയിലായിരുന്നു ചെറിയൊരു പ്രശ്നത്തിൽ. അത് ഈ മാനസിക ഞാൻ ഇന്നേ വരെ കോടതി കയറേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക്. ഇപ്പം മക്കളായിട്ട് കോടതി കയറേണ്ടി വന്നു. കാരണം എൻ്റെ സ്വത്താണ് ഡിപ്പോസിറ്റായി സെക്യൂരിറ്റി ആയിട്ട് വെച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൈൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ മക്കളോട് ഈ വാക്ക് ഞാൻ മോനെ കൊണ്ടാണ് ഇന്ന് ഇത് എഴുതിച്ചത്. മിനിഞ്ഞാന്ന് മാഷെ ഈ മാനസിക പിരിമുറുക്കം ഞാൻ പറഞ്ഞു ഇതെനിക്ക് വളരെയധികം ഉപകരിച്ചു മോനെ സാവാന്ന്. അതിനെ പറ്റിയുള്ള സംഭാഷണമാണ് ഇന്ന് എനിക്ക് വന്നത്. അത് കാരണം നിങ്ങൾ കാരണം അത് വന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഞാനൊരു 10-40 കൊല്ലം വർക്ക് ചെയ്തിട്ട് എനിക്ക് മാനസിക സംഘർഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേശ്ശെ ചെറിയ മങ്ങിപ്പോയോ എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു. കാരണം ഈ മനസ്സിന് വിഷമം വരുമ്പോൾ പൊതുവെ ഉറക്കം കുറയും. അതൊരു സ്വാഭാവികതയാണ്. ഇപ്പോൾ ആകെ ഒരു രക്ഷയുള്ളത് എൻ്റെ കയ്യിൽ ടാബുണ്ട്. അത് ഉറക്കം നിന്ന് ഉണർന്ന് അത് കണ്ട് കെടുക്കല പണി. ഭാര്യയോട് ഞാൻ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. കാരണം അവരും കൂടി അതിൽ ടെൻഷൻ അടുപ്പിച്ചിട്ട് ആ മാനസിക അവരെ ഉറക്കം കൂടി കിടത്തണ്ടല്ലോ. അപ്പോൾ സ്വയം ഉരുക എന്നുള്ളതാണ് എൻ്റെ ഒരു തിയറി. പിന്നെ ഈ മാനസിക ടെൻഷൻ കാരണം പൊതുവെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഓപ്പണായിട്ട് പറയാം 2 പ്രാവശ്യം ബാത്റൂമിൽ പോകാൻ വേണ്ടി രാത്രി എഴുന്നേറ്റിരുന്നുള്ളൂ. ഇപ്പോൾ അത് 4-5 പ്രാവശ്യമായി തീർന്നു. അത് കാരണം ഈ മാനസിക ടെൻഷനാണ്. പ്രത്യേകിച്ച് ഇത് മനസ്സിന് ടെൻഷൻ വരുമ്പോൾ ശരീരം മുഴുവൻ വീക്കാവുന്നുള്ളതൊരു സത്യമാണ്. ഷുഗർ, പ്രഷർ, എന്തൊക്കെ ശരീരത്തിൻ്റെ മെഷീനറി ഉണ്ട് അതിലൊക്കെ ഇത് ബാധിക്കും. അവസാനം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്യും. അതൊക്കെ വരുന്നത് ഓവർ ടെൻഷൻ എടുത്തിട്ടാ. ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മനുഷ്യന് എപ്പോഴും വരുന്ന ഒരു കാര്യം. ആ സാമ്പത്തികമായിട്ട് നമ്മൾ പലരും കാണാം. അപ്പോൾ ഞങ്ങളവിടെ പറയും കാജെ ബീഡി, ഞങ്ങളുടെ അടുത്തൊരു സൂപ്പർ പൈസക്കാരാണ്. അവർ നല്ല രീതിയിൽ സമ്പാദിച്ചു. നമ്മൾ അവരെ കാണുക, പകൽ സ്വപ്നം കാണുക, അവരെ മാതിരി ആവാൻ വേണ്ടി ശ്രമിക്കാനുണ്ട്. അവരായിട്ട് ജീവിക്കാൻ നമുക്ക് എളുപ്പമല്ല. അവർ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി മാത്രം ആർത്തി പിടിക്കുമ്പോഴാണ് ഈ മാനസിക സംഘർഷം വരുന്നത്. മാനസികമായി മനസ്സിനെ പീഡിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. സത്യം പറയണമെങ്കിൽ അത് ഫ്രീ ആക്കി എല്ലാവരോടും നല്ല പെരുമാറ്റം, കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം തന്നെ നമ്മളെ മനസ്സിന് സന്തോഷമായി. വീട്ടിലായാലും മക്കളോട് ഞാൻ പൊതുവെ ഹാപ്പി തന്നെ. പക്ഷെ ഇങ്ങനെ ഓരോ കുരുക്കിൽ കൊടുക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ എപ്പോഴും മക്കളോട്, 2 ആൺമക്കളാണ്, 2 ആളും കുഴപ്പമില്ല, വേറെ വിഷയം. പക്ഷേ ഓവർ ഇതാണ് ഇങ്ങനെ ഓട്ടം കൂടുതൽ. അവർ ആവറേജ് സ്പീഡിൽ ഓടുക. ഞാൻ എപ്പോഴും മക്കളോട് പറയും, ഞാൻ മുയലിൻ്റെ ആമേരും കഥ അവർക്ക് പറഞ്ഞു കൊടുക്കാം. മുയൽ അഹങ്കാരം കൊണ്ട് തോറ്റു, പക്ഷെ ആ സ്പീഡിൽ ഓടിയിട്ട് അവിടെ എത്തിച്ചു. അതേമാതിരി ഓടി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, സ്പീഡ് കുറച്ച് അഹങ്കാരമില്ലാതെ.
എൻ്റെ വാക്കുകൾ എല്ലാവരും ശ്രമിച്ച് ഞാൻ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള മൂസാജിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ